ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. മോണോമാർക്കിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യുണ്ട്. നമ്മുടെ വാഗ്യയുടെ ഭയങ്കര ഫാനാണ് അവൻ. നമ്മുടെ ഫോളോവറും കൂടിയിട്ടാണ്. നമ്മളിപ്പോൾ പുതിയതായിട്ട് മാറിയിട്ടുള്ള ഫ്ലാറ്റിനിൽ തന്നെയാണ് അവരെയും വീട്. ഇപ്പോൾ എൻ്റെ അവിടുത്തെ മാർക്കറ്റിൽ ഇവന് വാഗ്യനെയും കൊണ്ടിട്ട് ഓഫ് ലീഷ് നടക്കണം, ഒരു വീഡിയോ ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഇവൻ്റെ ഒരു ആഗ്രഹം. ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഇവൻ്റെ സ്കൂളിലുള്ള പിള്ളേർക്ക് ഒന്ന് കാട്ടി കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവൻ്റെ ഡാഡി സാറ്റർഡേ സൺഡേയാണ് വരുള്ളൂ. അപ്പോൾ സാറ്റർഡേ മോർണിംഗ് നമ്മൾ യാത്ര തിരിച്ചു. ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ മാത്രമാണുള്ളൂ ഇവരവിടുത്തെ മാർക്കറ്റിലോട്ട്. മാർക്കറ്റിലത്തെ ക്രൗഡ് എങ്ങനെയുണ്ടാവും, മാർക്കറ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നമുക്കൊരുമിച്ച് പോയിട്ട് നോക്കാം മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന്. വ്യൂ പോയിൻ്റൊക്കെ ഉള്ള ഏരിയകളാണ് ഇവിടെ. നല്ല നല്ല ഫോർട്ടുകൾ, നല്ല ഇന്ത്യയിൽ തന്നെ ടഫായിട്ടുള്ള ട്രക്കിംഗ് ഏരിയകളൊക്കെ ഇവിടെ ഉണ്ട്. നദികളൊക്കെ ഈ ഒരു മൺസൂണിൽ നല്ല രീതിയിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള മൺസൂൺ. നമ്മളങ്ങനെ പെട്രോൾ അടിക്കാൻ വന്നിരിക്കുകയാണ്. ചെക്കൊന്ന് ചെറുതായിട്ട് പേടിച്ചു, പക്ഷെ വാഗിപ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റാണ്. ഇവൻ്റെ ഡാഡിക്കും ഭയങ്കര പേടിയാണ് ഡോഗിനെ. പക്ഷേ ഡാഡി ഇപ്പോൾ കൂളായി. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുടമുണ്ട്, പതുക്കെ ഒന്ന് ഡാഡീനെ ഒന്ന് കുത്തി. ഡാഡി ഒരു വെട്ടിക്കല വണ്ടി, പക്ഷേ റെഡിയായി. പക്ഷെ ഇവന് പേടിയൊന്നുമില്ല. ഇവർ 4 ദിവസം കൊണ്ട് തന്നെ ഭാഗ്യമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളവനെ നടന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊടുക്കുകയാണ്. എങ്ങനെയാണ് വാക്ക് ചെയ്യേണ്ടത്, എന്താണ് കമാൻഡുകൾ പറയേണ്ടത് ഒക്കെ ഇവനറിയാം. നമ്മളെ ഫോളോ അപ്പ് ചെയ്തിട്ട് പിന്നെ എങ്ങനെ കോൺഫിഡൻസിൽ വേണം. അപ്പോൾ മാർക്കറ്റിലുള്ള വഴിയിൽ വരെ ഞങ്ങളിങ്ങനെ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ഡാഡി ഞങ്ങളിവിടെ ഇറക്കിയിട്ട് നേരെ മാർക്കറ്റിലോട്ട് പോയി. ഇവന് വഴി അറിയാം, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പിന്നാലെ ഈ കമാൻഡുകളൊക്കെ പറഞ്ഞ് എങ്ങനെ നടക്കണം, എങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം, വണ്ടി വരുന്ന സമയത്ത് എങ്ങനെയാണ് പറഞ്ഞിട്ട് ഇവിടെ നിർത്തേണ്ടത്. പിന്നെ ഞാൻ പിന്നിലോട്ട് നടക്കുമ്പോൾ ഇവൻ്റെ ഒപ്പം നടക്കാൻ വേണ്ടി എന്തൊക്കെ ട്രിക്സുകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2 വഴിയുണ്ട്, അതിൽ ഏത് വഴി പോകണമെന്നാണ് നമ്മൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൈറ്റ് വഴി കൂടെ പോകാമെന്നാണ് തീരുമാനിക്കുന്നത്. അവിടെ ഒന്നും കൂടി നല്ല ക്രൗഡുണ്ടോ. ഇവിടെ നിന്ന് തന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോഗിനെ ഇവൻ്റെ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഇവളെ അപ്രോച്ച് എന്ന് നമുക്ക് നോക്കാം. ഞാനായിരിക്കും വീഡിയോ കൊടുക്കുക, ബാക്കിലോട്ട് എപ്പോഴും നോക്കിയിട്ടാണോ നടക്കുക, തിരിച്ച് എൻ്റെ ഒപ്പം തന്നെ വന്ന് നടക്കുമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരാൾക്ക് നമ്മൾ ഒരു ട്രെയിൻഡ് ഡോഗിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഡെമോ ഡോഗിനെയും നമുക്ക് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അവൻ പിന്നീട് നിന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കാം അങ്കിളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇപ്പോൾ ഈ തണുപ്പിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ, കുറച്ച് നേരം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് ശരിക്കൊന്ന് മഴ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ മഴ വാങ്ങിയും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ നോക്കി അതിശയത്തിൽ നോക്കാണ് വാഗി ഇങ്ങനെ മഴയത്ത് കിടന്ന് നടക്കുന്നത്. നമ്മളെവിടെ നടന്നാലും അവിടെ നമ്മുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടേയിരിക്കും. പേഴ്സണൽ പ്രൊട്ടക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഡോഗാണ് അവള്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർ കൈ ഉയർത്തിയിട്ട് പെട്ടെന്ന് വരിക, സൗണ്ട് വല്ലാണ്ട് ഉണ്ടാക്കി വരിക, അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ചെറിയ കുട്ടികൾക്ക് അതറിയില്ല, പുതിയ ഹാൻഡ്ലേഴ്സിന് അതറിയില്ല. ഇവരൊക്കെ പഠിച്ചു വരുന്ന ചെറിയ ചെക്കന്മാരാണ്. വളരെ നല്ല ഡോഗ് ലവേഴ്സാണ് ഇവരൊക്കെ. ഇങ്ങനെയുള്ള ചെക്കന്മാരെയൊക്കെ ഒരു 10th ഡിഗ്രി +2 ഡിഗ്രിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഫോഴ്സുകളിലേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, PSC ഒന്നും ഇല്ലാണ്ട്. കാരണം ഇവർക്ക് കൂടുതലായിട്ട് ടാലൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. PSCന്ന് എഴുതി കിട്ടുന്ന എല്ലാവർക്കും ഡോഗിനോട് ഇത്രയധികം ഇഷ്ടമുണ്ടാവുമെന്നറിയില്ല. ഇങ്ങനെയുള്ള പിള്ളേരുകളെ ഇങ്ങനെ ഫോഴ്സുകളിലോട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അസറ്റായിരിക്കും നമ്മുടെ രാജ്യത്തിന്. പിന്നെ ഇവൻ്റെ ഡാഡിയും പോലീസ് തന്നെയാണ്. പിന്നെ ഇവരെ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയാണിത്. അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ക്രൗഡായിട്ട് വരുന്നുള്ളൂ, വണ്ടികളൊക്കെ ചെറുതായിട്ട് വരുന്നുള്ളൂ. ചെക്കൻ എന്നാലും നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് തന്നെ നടക്കുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യണമൊക്കെ ഉണ്ട്. കാരണം ഇവൻ്റെ സ്കൂളിൽ ക്ലാസ്സിലുള്ള പിള്ളേർക്കൊക്കെ കാട്ടി കൊടുക്കണ്ടല്ല, അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. എങ്ങനെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ചോദിക്കണം, എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കമാൻഡ് പ്രൊനൗൺസിയേഷൻ എങ്ങനെ വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ സൗണ്ടിലുള്ള വേരിയേഷൻ
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും അവർ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോ, ഓഫ് ലീഷിൽ നിർത്തി എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വെച്ചാൽ അവരുടെ തല ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവരധികം നോക്കില്ല. കാരണം ഡോഗ് ഉള്ളത് അവരുടെ ലെഗ് എൻ്റെ പൊസിഷനിലായിരിക്കും, അതവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അത് നിങ്ങൾ ഓഫ് ലീഷ് വാക്കിംഗ് വീഡിയോ നമ്മുടെ ഇല്ലാണ്ട് വേറെ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അല്ല, ചെറുതായിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണെങ്കിൽ അതൊരു പ്രത്യേകതയുണ്ടോ. ഇപ്പോൾ അവരുടെ മാർക്കറ്റിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോ ഇട്ട് പോന്നു. അവിടെ തന്നെ വെച്ചിട്ട് നല്ല ക്രൗഡുള്ള ഏരിയയിലുള്ള ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരു ലൈവ് ഇട്ടു. അങ്ങനെ ഭാഗ്യമായിട്ട് നല്ല രീതിയിൽ ചെക്കൻ മാർക്കറ്റിൻ്റെ പുറത്തോട്ടിറങ്ങി ഒരു വാക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെട്ടെന്ന് മുംബൈയിൽ ഇങ്ങനെ വെള്ളമാവും റോഡിലൊക്കെ. ഭാഗ്യം എനിക്ക് വേണ്ടി കാത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗോ എന്ന് പറയുമ്പോഴേക്കും നല്ല രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ അവളെ നമ്മൾ ഫ്രീ ആക്കിയിട്ടാണ് വിട്ടിട്ടുള്ളത്. ഇത്ര നേരം ഹോൾഡാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ചെരുപ്പ് തുന്നുന്ന ആൾ ഭാഗ്യ ഫ്രീ ആയിട്ട് നടക്കുന്ന ഡോഗാന്ന് വിചാരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക. നല്ല ഇഷ്ടമായിന്ന് തോന്നണം. മഴയൊക്കെ കൊണ്ട് നല്ല ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ഡോഗിനെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.